ഹലോ എല്ലാവർക്കും നിഷ രവി വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ പഴനിയിലോട്ടുള്ളൊരു യാത്രയിലാണ് കേട്ടോ. ഇതിപ്പം എൻ്റെ ബ്രദറും ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിക്കാണ് പോകുന്നത്. സാധാരണ ഞങ്ങൾ ട്രാവലറിനൊക്കെ പോകാറ്. ഇപ്രാവശ്യം ഞങ്ങൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചു. രസമുണ്ടായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തായിരുന്നു. രേഷേണും പറഞ്ഞു നമുക്കൊരു രസം ഡ്രൈവൊക്കെ ചെയ്ത് കുറച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും 2 വണ്ടിയിൽ യാത്ര ചെയ്യുന്ന വീഡിയോസാണിത്. അപ്പോൾ ഞങ്ങൾ പഴനിയിൽ പോണ വഴിക്കെടുത്തതാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിലോട്ട് കിടക്കുകയാണ്. അപ്പം എല്ലാവരും കാണുന്നതാണ്, എങ്കിലും നമ്മളുടെ ചാനലിലൂടെ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ വീഡിയോ. അതുകൊണ്ട് ഞാനൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഒരു രസം നിങ്ങളെ ഒന്ന് കാണിക്കാൻ. കാണാത്തവർ ഉണ്ടാവില്ല, എങ്കിലും എനിക്കതൊരു ഇഷ്ടം കണ്ടപ്പോഴത്തേക്കും അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസിൽ അങ്ങോട്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിനിറങ്ങിയ ശേഷം നല്ല രസമുള്ള ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇതും എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. നല്ല ഭംഗിയില്ലേ, റോഡൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മേഘങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വീഡിയോസൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതും അങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ചു കേട്ടോ. ഒരു രസം. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് ഒരു സൈഡിൽ ഇങ്ങനെ കരിമ്പിൻ്റെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ കയറി ഫുഡ് കഴിക്കുന്നതാണ്. ഇലയിൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇലയിലായിരുന്നു എടുത്തത്, അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് മൾബറിയുടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പം പട്ടുനൂൽപ്പുഴുവിനെയൊക്കെ ഉണ്ടാക്കില്ലേ ഈ ചെടിയുടെ അകത്തുനിന്ന്, അപ്പോൾ അതിൻ്റെ ഒരു തോട്ടമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ കയറി അതും ഒരു പോണ വഴിക്ക് ഒരു വീഡിയോ എടുത്തു. കണ്ടപ്പോൾ ഒരു രസം. അങ്ങനെ ഞങ്ങളിതാ പഴനിയിലെത്തി. അവിടെ നിന്നെടുക്കുന്നതാണ് കേട്ടോ. മുരുകനെ കാണാനായിട്ട് മുകളിലെത്തി. കൊച്ചിനൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പം പിള്ളേർ അതിങ്ങനെ കർപ്പൂരം കത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പടിയിൽ ഇങ്ങനെ ഓരോരോ കർപ്പൂരങ്ങളെടുത്ത് പിള്ളേർ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർക്കൊരു ഇഷ്ടം ചെയ്യാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. എല്ലാ സ്റ്റെപ്പുകളും എല്ലാവരും കയറി. അബി ആണേലും എല്ലാവരും പിള്ളേരും സ്റ്റെപ്പൊക്കെ ഓടി കയറി. നമുക്ക് മാത്രമായിരുന്നു കയറി ഇറങ്ങാൻ അടിയായിരുന്നു. പിന്നെ അബിക്ക് ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് ഇങ്ങനെ കുറേ സമയം വേണമല്ലോ അതിങ്ങനെ കത്തിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, എന്നാലും കയ്യും പൊള്ളണുണ്ടായിരുന്നേ കത്തിക്കുന്ന സമയത്ത്. എന്നാലും പുള്ളി അത് സന്തോഷത്തോടുകൂടി അവനും അതൊക്കെ ചെയ്തു. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയത് നന്നായിട്ട്. എല്ലാം ഇങ്ങനെ എടുത്ത് നല്ല രസമായിരുന്നു അതിങ്ങനെ കത്തിച്ച് വെക്കണതും. അങ്ങനെ എന്ത് രസമായിരുന്നു എന്നറിയാമോ ആ ഒരു കാഴ്ചയും. എന്തോ പഴനി ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് പോന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പഴനി എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴനി. ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു രസം. ഇനി അടുത്ത വർഷം കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയതാണ്. പിള്ളേർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. എപ്പോൾ പോയാലും പുറത്തുനിന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല. രാത്രിയിലെ ഫുഡ് മാത്രമേ ഞങ്ങൾ വെളിയിൽ നിന്ന്, അതും കേരളത്തിലെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് പിള്ളേർക്കുള്ള ഭക്ഷണം കഞ്ഞിയായിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങൾ എടുക്കും. അപ്പോൾ ചോറ് അരി കഴുകിക്കൊണ്ടിരിക്കുവാണ് കഞ്ഞി വെക്കാനുള്ളത്. പിന്നെ അമ്മയും മണിയും ഒക്കെ അടുത്തുണ്ട്. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചായിരുന്നു. നല്ല വില കുറവായിരുന്നു അവിടെ. തക്കാളിക്കൊക്കെ നല്ല വില കുറവായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് ഒരു ലോഡ് തക്കാളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് തക്കാളി എടുത്ത് ഞങ്ങൾ തക്കാളി വാട്ടിയത് കൊണ്ട് മാത്രം പിള്ളേർക്ക് പറ്റത്തില്ല. അവന്മാർക്ക് ചെറുതുകളൊക്കെ ഫുഡ് കഴിക്കില്ല. പച്ചക്കറി നോമ്പ് തുടങ്ങിയിട്ട് കുറച്ചധികമായി ദിവസമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് മുട്ട മേടിച്ചിട്ട് പിന്നെ പിള്ളേർ കഴിക്കത്തില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ചെറുതായിട്ട് മുട്ടയും വറുത്തെടുത്തു പിള്ളേർക്ക് കൊടുക്കാമെന്ന് ഓർത്ത്. തിരിച്ച് വീട്ടിലെത്തുമല്ലേ കോഴിമുട്ടയില്ലേ അങ്ങ് വാങ്ങിച്ച് കഴിച്ചു. അത്രയുള്ള വീഡിയോസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.